സുഖമില്ലാത്ത കുറേ മക്കൾ ഇങ്ങനെ പറയാറുണ്ട്, ഈ പാട്ടാണ് ദിവസവും കേൾക്കുക, ഈ പാട്ട് കേട്ട് എൻ്റെ സൂക്കേട് മാറി, അങ്ങനെയൊക്കെ ഓരോരുത്തർ വിളിച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ട്. ആൽബംസ് ആണെങ്കിലും ഓരോ ഡിവോഷണൽ സോങ്സ് ആണെങ്കിലും പാടുമ്പം ഓരോരുത്തർ പറയാറുണ്ട് ഇങ്ങനെ അവർക്ക് പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഡിവൈനിറ്റി ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ പലർക്കും അത് ഭയങ്കര ഹീലിംഗ് ആവാറുണ്ട്. സൗഹൃദം അനിയനോളം മറ്റൊന്നിനേൽ കിട്ടിയിട്ടില്ല ശ്രേയക്ക് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ശരിയാണ്? അതന്നെയാണ് സത്യം. അതെ. ഇത്രയും പെട്ടെന്ന് ഇത്രയും വലുതായോ? അത്ര പെട്ടെന്നൊന്നല്ല, വലിയ വലുതാവുന്നത്. സമയം എടുത്തിട്ടുണ്ട്. അതെ, സമയം എടുക്കുന്നുണ്ട്. അച്ഛടാന്ന് ക്യൂട്ട്നെസ് ഉണ്ടാവാം. പറഞ്ഞു തുടങ്ങിയോ എന്റെ പാട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെന്നൈയിൽ വന്ന് റെക്കോർഡ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയോ? കൊച്ചി തന്നെ കൂടുതലും ഉണ്ടാവാറുണ്ട്. അപ്പം കൂടുതലും ഇവിടെ തന്നെയാണ് വർക്കും കാര്യങ്ങളൊക്കെ. ഈ മാറ്റം അനിവാര്യമാണോ, അല്ലെങ്കിൽ മാറ്റത്തെ ശ്രേയ എങ്ങനെയാ ഉൾക്കൊള്ളുന്നത്? ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ. കാരണം എൻജോയിന്റെ കൂടെ തന്നെ ലൈക്ക് കുറച്ചും കൂടി മലയാളം ഇൻഡസ്ട്രിയിൽ കുറച്ചുകൂടി പാട്ടിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ആടുജീവിതത്തിലെ പാട്ടുകളാണെങ്കിലും അല്ലെങ്കിൽ സുഷിൻ ശ്യാം ചെയ്ത പാട്ടുകളാണെങ്കിലും ഒക്കെ ഇപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോൾ അതും കുറേ പ്രാവശ്യം കേൾക്കും. എന്നാലും ചില സമയത്ത് ചില പാട്ടിൽ മറന്നുപോകും. പക്ഷെ ഈ പഴയ പാട്ടുകൾ അങ്ങനെ തന്നെ നിൽക്കാറുണ്ട്. അതൊരു ഇടയ്ക്ക് എവിടേക്കോ ശരിയാണ്. എം ജെ ചന്ദ്രൻ സാർ എൻ്റെ ഗോഡ് ഫാദറായിട്ട് എനിക്ക് എത്തിയത് എന്നുള്ളതാണ് ഞാനൊരു വലിയ കാര്യമായിട്ട് കാണുന്നത്. റിയാലിറ്റി ഷോയിലൂടെ ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്കിളെ പരിചയപ്പെടുന്നത്. അങ്കിളാണ് എന്നെ ഫസ്റ്റ് ഒരു മേലെ മാനത്ത് ഈശോയെ പറഞ്ഞ ഹിറ്റ് സോങ് അങ്കിളാണ് എനിക്ക് തന്നത്. എന്റെ ഫ്യൂച്ചർ ഇതിലാണോ, ഞാനൊന്ന് റീതിങ്ക് ചെയ്യേണ്ടതുണ്ടോ? എനിക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വർക്ക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കുട്ടിക്ക് ശ്രേയ എന്ന് പേരിട്ടാൽ കുട്ടി പാട്ടുകാരിയാവും എന്നാണ്. ശ്രേയ ഘോഷാൽ ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. പ്രത്യേകിച്ച് ഫീമെയിൽ ലീഡൊക്കെ ചെയ്യുന്ന സമയത്ത് പനിക സുഹൃത്തു കൂടിയാണ്. അതുപോലെ കുറേയധികം ആർട്ടിസ്റ്റുകൾ ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വന്നവരുണ്ട്. ഇവരൊക്കെ ഒരു ഫീമെയിൽ ലീഡ് റോൾ ചെയ്യുന്ന സമയത്ത് വരുമ്പോൾ എവിടേക്കോ പറയുന്ന ഒരു കമൻസ് ഉള്ള കാര്യം കൂടിയാണ്, കുട്ടിത്തം എപ്പോഴും വിട്ടിട്ടില്ല. ഒരു പക്ഷെ അങ്ങനെ കണ്ടുമായിരിക്കും. ശ്രേയയുടെ കാര്യത്തിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അത്രയും സ്വീറ്റ് വോയിസ് ആണ്, ആ കുട്ടിത്തമുണ്ട്, ആ കേൾക്കാൻ കൊതിക്കുന്ന എന്ന് പറയുന്നത്. ഇത് ഏത് സ്റ്റേജിലാണ് ഈ പാട്ടിൽ കുട്ടിത്തം ഉണ്ട് എന്നുള്ളത് ഒരു പ്ലേബാക്ക് സിംഗിങ്ങിലോട്ട് വരുമ്പോൾ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചസ് അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടോ ബോധപൂർവം? അങ്ങനെ വന്നിട്ടില്ല. കാരണം ഞാൻ ഈ ഒരു ഏജിലേക്ക് എത്തിയതിനു ശേഷം അങ്ങനെ കുട്ടിപ്പാട്ടുകൾ അങ്ങനെ പാടിയിട്ടോ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ എപ്പോഴെങ്കിലും? ഇപ്പൊ ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ വോയിസിന്റെ കാര്യത്തിൽ നമ്മളിപ്പോ ഡബിന്റെ കാര്യത്തിൽ പറയും, നമുക്ക് കൃത്യമായിട്ടുള്ള വോയിസ് മോഡുലേഷനും ചേഞ്ചസും അല്ലെ അനിവാര്യമാണ്, വ്യത്യസ്തത വരുന്നത് എന്നുള്ളത്. പാട്ടിന്റെ കാര്യത്തിൽ എപ്പോഴും പറയുന്നത് സ്വീറ്റ് ആയിട്ട് അല്ലെ അങ്ങനെ തന്നെ ഇരിക്കുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോഴും ചിത്ര ചേച്ചിയാണോ സുജി ചേച്ചിയും പറയുന്ന കാര്യം, എങ്ങനെയാ എപ്പോഴും ഇത്ര അല്ലെ ശബ്ദത്തിലൂടെ ഇരിക്കുന്നു എന്നുള്ളത്. ഈ പാട്ടിനെ നമുക്ക് എന്ത് അടുത്തൊരു സ്റ്റെപ്പ് അല്ലെങ്കിൽ അടുത്തൊരു ഘട്ടം എന്തെന്ന് ചിന്തിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു വോയിസിന്റെ യുണീക്നെസ് അത് നിലനിർത്താൻ പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രിപ്പറേഷനോ കാര്യങ്ങളോ ശരിക്കും അനിവാര്യമാണോ? അങ്ങനെ ചിന്തിക്കാറുണ്ടോ, ചെയ്യാറുണ്ടോ ശരിക്കും? അങ്ങനെ ഞാൻ വലിയ വോയിസിന് ഭയങ്കര കെയർ കൊടുക്കുന്ന ആളൊന്നുമല്ല. ഞാൻ ഇപ്പം പൊതുവെ എല്ലാവരും ഇങ്ങനെ പറയും പാട്ട് പാടുന്നവർ ഐസ്ക്രീം കഴിക്കില്ല, തണുത്തത് കഴിക്കില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഇപ്പം എൻ്റെ ഗുരുക്കളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള വോയിസിന് ഇമ്മ്യൂണിറ്റി പവർ വേണം, അതിന് ചൂടും തണുപ്പും ഈക്വലി വേണം. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് അങ്ങനെ തണുപ്പ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തണുപ്പും ഒക്കെ കഴിക്കാറുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് വലിയ കെയർ ഒന്നും ഞാനായിട്ട് ജയസൻ സാർ തന്നെ പറഞ്ഞിട്ട് ഇപ്പം എല്ലാവരും ഈ ഐസ്ക്രീം കഴിക്കാൻ പാടില്ല, തണുത്ത് കഴിക്കാൻ പാടില്ല പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അതുപോലെ ഈ തൈരിന്റെ കാര്യമൊക്കെ അല്ലെ. പക്ഷെ സാറ് പറഞ്ഞു ഞാൻ നന്നായിട്ട് ഇത് കഴിക്കുന്ന ആളാണ്, ഇതൊന്നും ഇത് ബാധിക്കുന്നില്ല. ശരിക്കും ഇത്തരം കാര്യങ്ങൾ ഈ കേട്ട് കീഴ്വഴക്കങ്ങൾ പോലെ, ഇല്ലെങ്കിൽ ഇത് ശരിക്കും ഒരാൾ പറയുന്നു അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്നു അത് പിന്തുടരലാണ്, ശരിക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണോ ചിന്തിക്കുന്നത്? അതെ, എനിക്ക് ഇപ്പം ഓരോരുത്തരെ എന്ത് വന്നാലും ഓരോരോ ബോഡീസ് ആണല്ലോ. അപ്പം ഓരോരുത്തർക്കുള്ള പോലെ എനിക്ക് ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പം എനിക്കങ്ങനെ ഇതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ ആദ്യകാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. പണ്ട് ഇങ്ങനെ തണുത്തതൊന്നും കഴിക്കാറില്ലായിരുന്നു. പിന്നെ എനിക്ക് വലിയ ഐസ്ക്രീം ക്രേസ് ഒന്നുള്ള ആളല്ല ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ പണ്ട് അങ്ങനെ ഒന്നും കഴിക്കാറുമില്ല. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് കുറച്ച് ഐസ്ക്രീമിനോട് ഇഷ്ടമുണ്ടെങ്കിലും അല്ലെങ്കിൽ തണുത്തത് കുടിക്കാൻ ഒക്കെ ആഗ്രഹം ഒക്കെ വരിക. അപ്പം
ഞാൻ കുടിക്കും. പിന്നെ വിഷയമില്ല, ആഗ്രഹങ്ങൾ കഴിഞ്ഞിട്ടുള്ള പ്രൊഫഷണൽസ് ഒക്കെ മതി അല്ലേ? അങ്ങനെയല്ല, ആ. എനിക്കങ്ങനെ പ്രശ്നം ബുദ്ധിമുട്ട് വരാറില്ല. ഇല്ല, ഓക്കെ. അതുകൊണ്ട് കുഴപ്പമില്ല. അതൊരു പ്ലസ് ആണ്. അതെ. കേരളത്തിലെ നമുക്ക് പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ വരുമ്പോഴും അടുത്തൊരു ഫ്യൂച്ചർ എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുമ്പോഴാണെങ്കിൽ പോലും മെല്ലെ ഇപ്പൊ ചെന്നൈ വരെ എത്തി നിൽക്കുകയാണ് അല്ലേ? എങ്ങനെ അടുത്ത ഒരു ട്രാക്കിലോട്ട് എങ്ങനെ ചെന്നൈ വരെ എത്തി പഠിപ്പും കാര്യങ്ങളും? ചെന്നൈയിലാണ് ഞാൻ പാട്ട് പഠിക്കുന്നത്. ഓക്കെ. ഞാൻ കർണാടക സംഗീതം പഠിക്കുന്നത്. ബിന്നി കൃഷ്ണകുമാർ ആണ് എൻ്റെ ടീച്ചർ. പിന്നെ ആ. വെസ്റ്റേൺ വോക്കലും പഠിക്കുന്നുണ്ട്. അഗസ്റ്റിൻ പോൾ ആണ് സാർ പേര്. ആ. അപ്പം ഈ 2 ക്ലാസ്സും ചെന്നൈയിലാണ്. ഉം. അപ്പം അപ്പൊ എനിക്ക് ഇവിടെ എങ്ങനെ ഈ പോക്കുവരവ് കാര്യങ്ങൾ അവിടെ മന്ത്ലി പോയി ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഒരു ആ. 1 വീക്ക് അവിടെ നിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇങ്ങോട്ട് വരും. വരും? Yes. ഇപ്പോൾ ആവശ്യം മീൻ സോങ് റിക്വസ്റ്റ് ആയിട്ട് വരുന്നോട് പറഞ്ഞു തുടങ്ങിയോ? എന്റെ പാട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെന്നൈയിൽ വന്ന് റെക്കോർഡ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയോ? അയ്യോ 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 അങ്ങനെയൊന്നുമില്ല. കൊച്ചി തന്നെ കൂടുതലും ഉണ്ടാവാറുണ്ട്. ആ. അപ്പം കൂടുതലും ഇവിടെ തന്നെയാണ് വർക്കും കാര്യങ്ങളൊക്കെ. ഉള്ളത്. അതെ. ഈ പാട്ടിനൊപ്പം തന്നെ പ്രത്യേകിച്ച് ഏത് തരം ആർട്ട് ഫോം ആണെങ്കിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ എപ്പോഴും ലൈവായിട്ട് നിൽക്കുക, അതിന്റെ ഏറ്റവും ബെസ്റ്റ് അപ്ഡേറ്റ്സ് കൊടുക്കുക എന്നുള്ളത് ഇതിന്റെ ഭാഗമാണ് അല്ലെ? അതെ അതെ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ശ്രേയയുടെ കാര്യത്തിൽ അത്തരത്തിൽ എപ്പോഴും ഒരു ട്രെൻഡ് സെറ്റർ ആയിട്ട് പോകുന്ന ഒരാൾ കൂടിയാണ്. പാട്ട് ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒപ്പം ശ്രേയയുടെ ഹെയർ സ്റ്റൈൽ ആണെങ്കിലും അല്ലെ, ഒരു അപ്പിയറൻസ് ആണെങ്കിലും എപ്പോഴും കുറേയേറെ ചേഞ്ചസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇത് ഇഷ്ടത്തിനോടൊപ്പം തന്നെ ശരിക്കും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടി അല്ലെങ്കിൽ നവമാധ്യമങ്ങളിൽ കൂടി ശരിക്കും നമ്മളൊരു ലൈവായിട്ട് നിൽക്കുന്നത് അനിവാര്യമാണോ? അതെ, അത് ശരിക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ സോഷ്യൽ മീഡിയാസ് ഒക്കെ Okay. തരുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് മടി ഉള്ള ആളാണ് ഞാൻ. ഉം. അപ്പോ ഒരു പാട്ട് പാടിയിടാൻ റീലൊക്കെ ഇടണമെങ്കിൽ ഞാൻ ഇങ്ങനെ കുറെ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് ഉം. എന്നിട്ടൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. ആ. പെട്ടെന്ന് ചെയ്തിടുന്നതും ഉണ്ട്. ആ. പക്ഷെ എന്നാലും പ്രോപ്പർലി അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യാൻ മടിയുള്ള ഒരാളാണ് ഞാൻ. ഉം. പക്ഷെ എന്നാലും സോഷ്യൽ മീഡിയ ഭയങ്കര ഒരു ബൂസ്റ്റ് തന്നെയാണ് നമ്മളെ കരിയറിന് തരുന്നത്. ഈ സോഷ്യൽ മീഡിയയെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയും ഇത് വളർത്തും ചെയ്യും തളർത്തും ചെയ്യുന്നത് അതെ അല്ലെ? അതെ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് വാർത്തകളിൽ ഇടനേടിയ ഒരു കാര്യമായിരുന്നു ശ്രേയയുടെ ഹെയർ കളർ പരിപാടികളൊക്കെ അല്ലെ? കുറെയൊക്കെ പാട്ടിനോട് ഇഷ്ടം പറയുമ്പോഴും ഈ പാട്ട് ഇഷ്ടപ്പെടുന്നതിന്റെ ഒപ്പം തന്നെ ഈ വ്യക്തികളെ കൂടി ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു രീതിയുണ്ട്. അതെ അതെ ഇത് ഇങ്ങനെയാണ്, ഈ കുട്ടി ഇങ്ങനെയാണ്, അപ്പൊ ഇങ്ങനെ ആവാൻ പാടൂ എന്നുള്ള തലത്തിലേക്ക് വരുമ്പോഴാണ് ബുദ്ധിമുട്ട് അതെ വരിക അതെ അല്ലെ? exactly, അതെ അതെ അപ്പൊ അതുവരെ ശ്രേയക്കുട്ടിനെ കണ്ടൊരു സങ്കല്പത്തിൽ ഭയങ്കര സ്വീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലൊരാള്, നമ്മുടെ അനിയത്തി കുട്ടികൾ, നമ്മുടെ മകൾ എന്ന് പറയുന്നിടത്ത് പെട്ടെന്നൊരു മേക്ക് ഓവറിലോട്ട് വരുമ്പോ ശ്രേയക്കുട്ടി അത് വേണ്ടായിരുന്നു എന്നുള്ളൊരു കരുതൽ ആദ്യം വരും. പിന്നെ ഇതെന്തായി കൊച്ചി കളർ കാണിച്ചു വെച്ചിരിക്കുന്നത് അതെ തോന്നിയിട്ടുണ്ട് അതെ അല്ലേ? അതെ 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 ഇത് എവിടെയെങ്കിലും തളർത്തിയോ? ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല. കാരണം അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു രീതിയാണത്. അതെ. ഇതിപ്പം ഞാൻ ഈ കളറിന്റെ കാര്യം തന്നെയാണെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ മുടി വലിയ പോപ്പിംഗ് കളേഴ്സ് ഒക്കെ ചെയ്യാൻ. Okay. അപ്പൊ +2 കഴിഞ്ഞു, അടുത്ത ദിവസം ഫെയർവെൽ ആണ്. ആ. സോ വേഗം പോവാ കളർ ചെയ്യാ. അപ്പം ആ ഒരു പ്ലാൻ ഞാൻ കുറേ ആയിട്ട് ബ്ലൂ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച അങ്ങനെ ഓ. ഇരുന്നൊക്കെയാണ്. പിന്നെ അങ്ങ് ചെയ്യുമ്പോൾ ആൾക്കാർ പറയും ഓ ഈ കുട്ടി ഇങ്ങനെ ചെയ്യേണ്ടില്ലായിരുന്നു, ഒരു ചേർന്നില്ല, അങ്ങനെ രസമില്ല, ഈ കുട്ടീനെ ഇങ്ങനെ വിചാരിച്ചില്ല, അങ്ങനെയൊക്കെ ആ, കമന്റ്സ് പറയാറുണ്ട്. പക്ഷെ അതൊക്കെ ഇങ്ങനെ ഞാൻ വായിക്കും. ഉം. അതിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? പക്ഷെ എനിക്ക് എന്റെ ഇഷ്ടം Okay. അതുകൊണ്ട് പിന്നെ വീട്ടുകാർക്കും പ്രശ്നമൊന്നുമില്ല. ആഹാ. വീട്ടുകാരും സപ്പോർട്ട് നിൽക്കും. ഉണ്ട്. ഈ അതെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രേയനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും ഈ പ്രേക്ഷകർ എന്നുള്ള രീതിയിലേക്ക് എടുത്തു പറയുന്ന ഒരു കാര്യമാണ് വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട്. പ്രത്യേകിച്ച് അമ്മയുടെ കാര്യമൊക്കെ സംസാരിക്കുന്ന രീതിയാണെങ്കിലും അനിയനാണെങ്കിലും ഒക്കെ ഈ സൗഹൃദത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ സൗഹൃദം അനിയനോളം മറ്റൊന്നിനേൽ കിട്ടിയിട്ടില്ല ശ്രേയക്ക് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ശരിയാണ്? അതന്നെയാണ് സത്യം. ആണ്. അതെ, അതിപ്പം ഇപ്പൊ വീട്ടുകാര് നോക്കുകയാണെങ്കിൽ എല്ലാ 3 പേരും, അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും അനിയനാണെങ്കിലും ഉം. ഒരേ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഉം. അച്ഛന്റെ ബിസിനസ് കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഉം. അതുകൊണ്ട് തന്നെ കുറച്ച് അച്ഛൻ മാറി നിന്നതിന് കൂടുതലും അമ്മ തന്നെയാണ് നടക്കുന്നത്. പക്ഷെ അനിയന്റെ കാര്യത്തിലും അവനും നല്ല സപ്പോർട്ടീവ് ആണ്. എനിക്ക് ഉം. ഓരോ ഐഡിയാസ് പറഞ്ഞു തരാനാണെങ്കിലും Okay. പിന്നെ ഇപ്പൊ എന്റെ എന്തെങ്കിലും ബിഹേവിയർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉം. ചില സമയത്ത് എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും മൂഡ് ഔട്ടിലൊക്കെ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു റൂഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൻ പറയും ചേച്ചി അങ്ങനെ ഇതാക്കല്ലേ. അനിയൻ ചേട്ടനും അല്ലേ അതെ അതെ ശകാരിക്കാനും അനിയൻ ചേട്ടനാവും. ശാസിക്കാനും ഒക്കെ അതെ അതെ അല്ലേ അതെ അതെ മാറും എന്നുള്ളതാണ്. അതെ ഈ പലപ്പോഴും ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ഒരു സ്ട്രഗിൾ പീരീഡ് ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമാണ് ആ സമയത്ത് ഒരു പക്ഷേ എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല, ഞാൻ കുറേയൊക്കെ ഒറ്റയ്ക്കാണ്, സെൽഫ് മെയ്ഡ് ആണെന്നൊക്കെ പറയും. ഒരു പക്ഷേ എവിടേക്കോ ഈ സപ്പോർട്ട് കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ലെവലോട്ട് ഒരു സക്സസ് ആവുന്ന സമയത്ത് ഇത് ഭയങ്കര ഒരു പോസിറ്റീവ് ഇതായിരുന്നു, അല്ലെങ്കിൽ എനിക്കത് ഒറ്റയ്ക്ക് നയിക്കാൻ പറ്റി എന്നൊക്കെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ഇതിനപ്പുറത്തൊരു വശം കൂടിയില്ലേ? ഇത് നമ്മൾ ഇത്രയും സപ്പോർട്ട് കിട്ടുന്നു, എന്ത് കാര്യത്തിനും ഓക്കെയായിട്ട് നിൽക്കുന്നു, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിൽക്കുമ്പോൾ എവിടേക്ക് അവനവനായിട്ട് നിൽക്കാൻ ഇത് തടസ്സമാവുന്നുണ്ടോ ഈ ഒരു സപ്പോർട്ട്? അല്ലെങ്കിൽ ഒരു വാശി എവിടേക്കോ വരാതിരിക്കോ? ഇനിയിപ്പോൾ ഇല്ലെങ്കിലും സംഭവിച്ചില്ലെങ്കിലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അവർ ഓക്കെയാണ്, ഇത് എവിടെയെങ്കിലും ഒക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടോ?
വരുമോ, അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ? ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻ. ഞാൻ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇല്ല. ഇല്ല. നെഗറ്റീവ് ഇല്ല, എനിക്കൊന്നും. അല്ല, അങ്ങനെ നെഗറ്റീവ് എന്നുള്ളതല്ല, എവിടെയൊക്കെ അവനവന്റെ ഒരു വാശി കുറവാവുക വരുമോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ശ്രമങ്ങൾക്ക് കുറവ് വരുത്താൻ സാധ്യതയുണ്ടോ എന്നായിരുന്നു ഇല്ല, ശ്രമിച്ചുകൊണ്ടേ ഇരിക്കാറുണ്ട്. ഉം. അത് ഇപ്പൊ എന്ത് കാര്യത്തിലാണെങ്കിലും ശ്രമം ഇങ്ങനെ ഉം. നടന്നു പോവാറുണ്ട്. അപ്പൊ അതിന്റെ ഉം. വലിയ അങ്ങനെ തളരാറില്ല അങ്ങനെ. ഓക്കെ. അത് കുഴപ്പമില്ല. ഇല്ല. ഇത്രയധികം പാട്ടുകൾ അല്ലെ കേട്ടു മലയാളികൾ അത്രത്തോളം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രേയ എന്നുള്ള ഒരു സിംഗർ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഏതൊരു പാട്ട് കഴിഞ്ഞപ്പോഴും അല്ലെങ്കിൽ ഏതൊരു സമയത്തായിരുന്നു എനിക്ക് ഈ പ്ലേ ബാക്ക് സിംഗർ അല്ലെങ്കിൽ ഇവിടെ ഒരു സിംഗറായിട്ട് ഞാൻ നിലകൊള്ളാൻ എന്തുകൊണ്ട് യോഗ്യമാണെന്ന് തോന്നിയൊരു മൊമെന്റ്, റിയലൈസ് ചെയ്തൊരു മൊമെന്റ് എപ്പോഴായിരുന്നു ശരിക്കും? അത് ഇപ്പം ഇങ്ങനെ മൂവീസിൽ പാടുന്നല്ല, ഓരോ ആൽബംസ് ആണെങ്കിലും ഓരോ ഡിവോഷണൽ സോങ്സ് ആണെങ്കിലും പാടുമ്പം ഓരോരുത്തർ പറയാറുണ്ട് ഇങ്ങനെ അവർക്ക് പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഡിവൈനിറ്റി ഫീൽ ചെയ്യാറുണ്ട്. അതെ. പിന്നെ അതേപോലെ പലർക്കും അത് ഭയങ്കര ഹീലിംഗ് ആവാറുണ്ട്. ഞാനിപ്പോൾ കുറേ ഡിവോഷണൽ സോങ്സ് കുറേ പാടാറുണ്ട്. അപ്പം എന്താണ്, സുഖമില്ലാത്ത കുറേ മക്കൾ ഇങ്ങനെ പറയാറുണ്ട്, ഈ പാട്ടാണ് ദിവസവും കേൾക്കുക, ഈ പാട്ട് കേട്ടെൻ്റെ സൂക്കേട് മാറി, അങ്ങനെയൊക്കെ ഓരോരുത്തർ വിളിച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പം എനിക്ക് തോന്നും ഓക്കെ, ഞാൻ ഇവിടെ തന്നെയാണ് ബെസ്റ്റ് എന്നുള്ളത് തോന്നാറുണ്ട്. അങ്ങനെ ഈ പാട്ടിൽ എപ്പോഴും ഈ ഡിവോഷണൽ ട്രാക്കിൽ പോകുമ്പോഴാണ് കുറേ കൂടി ഡിവൈൻ ഫീൽ കിട്ടുന്നു എന്നുള്ളത് അല്ലെ. ഒരു മ്യൂസിക് എപ്പോഴും ഒരു മാജിക്കാണ്, തെറപ്പി എന്നൊക്കെ പറയുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ യാത്രയിൽ എപ്പോഴെങ്കിലും മ്യൂസിക് എന്നുള്ളൊരു സാധനം ഒരു സ്റ്റക്കായിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിന്നൊരു മൊമെന്റ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ പ്രൊഫഷൻ അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ ഇതിലാണോ, ഞാനൊന്ന് റീതിങ്ക് ചെയ്യേണ്ടതുണ്ടോ എന്ന് എനിക്ക് എപ്പോഴെങ്കിലും? ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വർക്ക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു റീതിങ്ക് എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നിട്ടില്ല. ഇല്ല. എന്താണ് മലയാള സിനിമ പാട്ടുകളിൽ കുറെയൊക്കെ മാറ്റം വന്നു തുടങ്ങി, റാപ്പ് സോങ്ങിന്റെ ഒക്കെ എൻട്രി അല്ലെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ഈ മാറ്റം അനിവാര്യമാണോ, അല്ലെങ്കിൽ മാറ്റത്തെ ശ്രേയ എങ്ങനെയാ ഉൾക്കൊള്ളുന്നത്? ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ. കാരണം എൻജോയിന്റെ കൂടെ തന്നെ ലൈക്ക് കുറച്ചും കൂടി മലയാളം ഇൻഡസ്ട്രിയിൽ കുറച്ചുകൂടി പാട്ടിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതായത് ഇപ്പൊ പണ്ടൊക്കെ നമുക്ക് പാട്ട് അനുപല്ലവി ചരണം ഒക്കെ ഉണ്ടാവാറ്. ഇപ്പൊ പല്ലവി അനുപല്ലവി ഒരു ഷോർട്ടായിട്ട് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് പല മൂവീസിലും കുറഞ്ഞതായിട്ടൊക്കെ, മൂവീസിൽ പ്രത്യേകിച്ച്. പിന്നെ ഇപ്പം റാപ്പ് അങ്ങനത്തെ ആസ്വദിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ അല്ലായിരുന്നു. പക്ഷെ ഇപ്പം റീസെന്റ് ഇപ്പൊ കുറെ മൂവീസിൽ അങ്ങനത്തെ കുറെ പാട്ടുകൾ വന്നു തുടങ്ങി. പിന്നെ കുറെ ആർട്ടിസ്റ്റുകൾ തന്നെ ഭയങ്കര പോപ്പുലറായി, അവരെ പാട്ടുകളും ഒക്കെ വന്നതിന് ശേഷം അതിനോട് യോജിച്ച് ഓക്കെ വരുന്നുണ്ട്. ഈ പലപ്പോഴും ഈ സംഗീതത്തില് വരികളുടെ സാന്നിധ്യം അല്ലെ വളരെ വലുതുമാണ്. പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇഷ്ടപ്പെട്ടതാവുന്നത് സംഗീതത്തിനൊപ്പം ഈ വരികൾ കൂടി ചേരുമ്പോഴാണ്. അത് ഒരുപക്ഷെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം, ഡയറക്ടറോ റൈറ്ററോ ആവശ്യപ്പെടുന്ന വരികളായിരിക്കാം അതിന്റെ രചയിതാവ് കൊടുക്കുന്നത്. ഇപ്പൊ അത് മാറി എങ്ങനെ ഒരു ട്രെൻഡ് സെറ്റിങ്ങിലോട്ട് മാറുന്നു, അല്ലെങ്കിൽ ഇപ്പൊ റാപ്പ് പോലെയുള്ള വരികൾക്ക് വലിയ പ്രാധാന്യമായിരിക്കും ഒരുപക്ഷെ പാടിപ്പോകുന്ന രീതിയിൽ പോകുന്ന അല്ലെ, കൃത്യമായിട്ട് അതിന്റെ അർത്ഥങ്ങളൊന്നും മീനിങ് ആയിരിക്കണമെന്നില്ല. ശരിക്കും ഒരു പാട്ട് അതിന്റെ റിപ്പീറ്റ് വാല്യൂ അല്ലെങ്കിൽ ഇഷ്ടത്തോടെ എടുക്കുന്നത് എപ്പോഴും ഈ വരികൾ കൂടി ചേരുമ്പോൾ അർത്ഥവത്താവുമ്പോഴല്ലേ, എന്ത് തോന്നുന്നു? അങ്ങനെ അത് മാത്രല്ല, എനിക്കിപ്പം എൻ്റെ ഒരു ഫേവറേറ്റ് അങ്ങനത്തെ ഒരു പാട്ടുകൾ എടുക്കുകയാണെങ്കിൽ കുറെ എനിക്ക് ട്യൂൺസ് ഇഷ്ടം ഉള്ളത് ആവാം. അല്ലെങ്കിൽ എനിക്കിപ്പം പെർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആ പെർട്ടിക്കുലർ സിംഗർ പാടിയ ഒരു രീതി ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാവാം. പിന്നെ ലിറിക്സും ഉണ്ട് ഓഫ് കോഴ്സ്. അങ്ങനെ കുറെ റീസൺസ് ഉണ്ട് ഒരു പാട്ട് ഫേവറേറ്റ് ആവുന്നതിൽ, ലിറിക്സ് മാത്രമല്ല. ഈ എപ്പോഴും പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവര് അല്ലെങ്കിൽ പഴയ കാലഘട്ടം ഈ കാലഘട്ടം തർക്കിക്കുന്നവർ പ്രധാനം എടുത്തിടുന്ന ഒരു കാര്യം സിനിമയേക്കാൾ ഉപരി ഒരു പക്ഷേ പാട്ടുകളായിരിക്കും അല്ലെ. അന്നത്തെ പാട്ടിന്റെ അത്രയും റിപ്പീറ്റ് വാല്യൂ ഇപ്പോൾ കിട്ടുന്നില്ല അല്ലെ. ഒരു പക്ഷേ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ പാട്ടുകൾ ഒരു പക്ഷെ ഒരുപാട് ആസ്വദിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിക്കും ഇതിലെ വസ്തുതയുണ്ടോ, ശരിയുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ ഈ ഇറങ്ങുന്ന പുതിയ പാട്ടുകളൊക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പൊ നമ്മളിങ്ങനെ യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴോ അങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ പുതിയ പാട്ടുകൾ കേൾക്കും. എന്നാലും എന്റിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്കും പഴയ പാട്ടുകളിലേക്ക് എത്തും. ഞാൻ അങ്ങനെയാണ്. അപ്പോ അതൊരു കണക്കിന് ശരിയാണെന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നും. അതായത് പഴയ പാട്ടുകൾ, ചില പാട്ടുകൾ എത്ര കേട്ടാലും മതിയാവില്ല. അപ്പം അങ്ങനെ കുറെ പാട്ടുകൾ കേൾക്കുമ്പോൾ തോന്നും ഇത് എത്ര പ്രാവശ്യം കേട്ടാലും ഇത് ഇത്ര വർഷം മുന്നേ ഇറങ്ങിയതാണ്, അങ്ങനെ തോന്നും. അങ്ങനെ അപ്പൊ തോന്നും അത് ഒരു കണക്കിന് ശരിയാണ്. പക്ഷെ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ തോന്നും ഇപ്പം
ഇപ്പൊ ഈ റീസെന്റ് ഇറങ്ങിയപ്പം ആടുജീവിതത്തിലെ പാട്ടുകളാണെങ്കിലും അല്ലെങ്കിൽ സുഷിൻ ശ്യാം ചെയ്ത പാട്ടുകളാണെങ്കിലും ഒക്കെ ഇപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോൾ അതും കുറെ പ്രാവശ്യം കേൾക്കും. എന്നാലും ചില സമയത്ത് ചില പാട്ടിൽ മറന്നു പോകും. പക്ഷെ ഈ പഴയ പാട്ടുകൾ അങ്ങനെ തന്നെ നിൽക്കാറുണ്ട്. അതൊരു ഇടയ്ക്ക് എവിടേക്കോ ശരിയാണ്. ശരിയാണ്, ഇടയ്ക്ക് എവിടേക്കോ സംബന്ധിച്ചേ പറ്റൂ അതല്ലേ. നമ്മൾ കൊച്ചിലെ കേൾക്കുമ്പോൾ നമ്മുടെ സ്കൂൾ ടൈമിൽ ഒരു പക്ഷെ നമ്മുടെ അച്ഛനമ്മമാരോ ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസോ കേൾക്കുന്ന പാട്ടുകൾ നമ്മൾ കൊച്ചിലിരിക്കുമ്പോൾ ഇത് എന്ത് പാട്ട് അച്ഛ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ ഭയങ്കരമായിട്ട് എൽഡർ ബ്രദറോ സിസ്റ്റർ ആണെങ്കിലും എന്ത് പാട്ടുകൾ വെക്കുന്നതെന്ന് ചോദിക്കും. ഒരു കാലഘട്ടം കഴിയുന്ന സമയത്ത് നമ്മൾ ആ സ്റ്റേജിലോട്ട് എത്തുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ അന്ന് ഇഷ്ടപ്പെടാതിരുന്ന പാട്ടുകളായിരിക്കും അതെ. കുറേയേറെ ആവർത്തിച്ച് കേൾക്കുന്നത്. ഈ പാട്ടുകൾക്ക് നമ്മുടെ ഹൃദയത്തിലും ലൈഫിലും സ്ഥാനം കിട്ടുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു സാഹചര്യങ്ങൾ കൂടി ആവുമ്പോഴാണോ ശരിക്കും ആ ഇഷ്ടപ്പെട്ട് വരുന്നതും? അതും ഉണ്ട്, അങ്ങനെയും പറയാം. ചില ഇപ്പം നമ്മുടെ ലൈഫിനോട് കുറെ യോജിക്കാൻ പറ്റുന്ന പാട്ടുകളൊക്കെ അങ്ങനെ ഉണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഭയങ്കര റിലേറ്റബിൾ ആണ് എനിക്ക്. അതായത് പണ്ട് ഇങ്ങനെ വീട്ടിലിങ്ങനെ അമ്മയും അച്ഛനൊക്കെ പാടുന്ന കേൾക്കുമ്പോൾ അമ്മ ഇങ്ങനെ പാട്ടിലൊക്കെ അങ്ങനെ പാടുന്ന സമയത്ത് ഇത് എന്ത് പാട്ടാ, രസമില്ലല്ലോ ഈ പാട്ട്, അമ്മ ഈ പാട്ട് രസമില്ല അങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിലും ഇപ്പം ആ പാട്ടിലൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഉണ്ട്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല എന്നുള്ളത്. സംഗീതം മ്യൂസിക് മാജിക് എന്ന് പറയുമ്പോൾ ശ്രേയയുടെ ലൈഫിൽ ഇത് ശരിക്കും ഏറ്റവും ഉണ്ടായിട്ടുള്ള ഒരു മാജിക് മൊമെന്റ് എന്താണ് ശരിക്കും ഈ ഒരു കരിയറിൽ? ഈ കരിയറിൽ എനിക്ക് ഉള്ളൊരു, അത് എപ്പോഴും ഞാൻ എല്ലാ ഇന്റർവ്യൂസിലും പറയുന്നതാണ്, എനിക്ക് MJ ചന്ദ്രൻ സാർ എൻ്റെ ഗോഡ് ഫാദർ ആയിട്ട് എനിക്ക് കിട്ടിയത് എന്നുള്ളതാണ് ഞാനൊരു വലിയ കാര്യമായിട്ട് കാണുന്നത്. റിയാലിറ്റി ഷോയിലൂടെ ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്കിളെ പരിചയപ്പെടുന്നത്. അങ്കിളാണ് എന്നെ ഫസ്റ്റ് ഒരു മേലെ മാനത്ത് ഈശോയെ പറഞ്ഞ് ഹിറ്റ് സോങ് അങ്കിളാണ് എനിക്ക് തന്നത്. അതേപോലെ പുറത്ത് ദുബായിൽ ആദ്യമായിട്ട് ഷോക്ക്, അങ്ങനെ എല്ലാത്തിലും അങ്കിളിന്റെ കൂടെ കുറെ കാലം അങ്കിൾ തന്നെയാണ് എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നത്. സോ എൻ്റെ ഗോഡ് ഫാദർ ആയിട്ട് അങ്കിളെ കിട്ടിയതാണ് എനിക്കൊരു വലിയ ബ്ലെസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം. ഈ ഡിവോഷണൽ സോങ്ങിൽ ഇത്ര ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞു കുറേ കുട്ടികൾ ഇഷ്ടത്തോടെ പറയുന്ന കാര്യം കൂടിയാണെന്നുള്ളത്. ഈ ഡിവോഷണൽ പാട്ട് ഇഷ്ടപ്പെടുന്ന കേൾക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടിയാണ്, കൃത്യമായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് ഒരു ഓഡിയൻസിനെ അല്ലെ ഇഷ്ടപ്പെടുത്തുന്നു, സംതൃപ്തിപ്പെടുത്തുന്നു എന്നുള്ളത്. ഇത് എവിടെയെങ്കിലും മൂവി അല്ലെങ്കിൽ സിനിമയിലെ പാട്ടുകളോട്ട് വരുമ്പോൾ എവിടെയെങ്കിലും ഒരു തടസ്സമായിട്ട് മാറുന്നുണ്ടോ, അല്ലെങ്കിൽ മാറാനുള്ള സാധ്യതയുണ്ടോ? ശരിക്കും ഡിവോഷണൽ സോങ്ങിൽ തന്നെ ഒരുപാട് വരുന്നു, ആ വോയിസ് അവിടെ ഭയങ്കരമായിട്ട് രജിസ്റ്റേർഡ് ആണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും രീതിയിലേക്ക്? അങ്ങനെ എനിക്ക് ഇതുവരെ അങ്ങനെ പ്രശ്നം വന്നിട്ടില്ല. ഞാനിപ്പോ ഇപ്പോഴാണെങ്കിലും മൂവീസിലും വർക്ക് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഡിവോഷണലും. അതിപ്പോ ക്രിസ്ത്യൻ ഡിവോഷണൽ മാത്രമല്ല, ഹിന്ദു ഡിവോഷണലും മുസ്ലിം അങ്ങനെ എല്ലാം പാടുന്നുണ്ട്. അപ്പം അത് ഇന്നേ തീയതി അങ്ങനെ ഫിലിം ഇതിലേക്ക് വരുമ്പോ ഒരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ ഒന്നും വന്നിട്ടില്ല. ഇല്ല. എപ്പോഴും എന്ത് തരം പ്ലാറ്റ്ഫോം ആണെങ്കിലും, ഇപ്പൊ അഭിനയമാണെങ്കിൽ ഇത് പിന്നെ അറിയാന്നില്ലെങ്കിൽ തന്നെ പഠിക്കാൻ പറ്റുമെന്ന് പറയും, ഡാൻസ് ആണെങ്കിൽ പഠിക്കാൻ പറ്റുമെന്ന് പറയും, അങ്ങനെ എന്തിനേയും കുറിച്ച് നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് പറയും. ഇങ്ങനെ പറയാത്ത ഒന്നാണ് ശരിക്കും പാട്ട് അല്ലെ, സംഗീതം. ശരിക്കും ഇത് പഠിച്ചെടുക്കാൻ പറ്റുമോ? അറിയാത്ത ഒരാൾക്ക് ആഗ്രഹം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണോ പാടാൻ പറ്റുക എന്നുള്ളത്? അത് അത് ഭയങ്കര ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഇപ്പൊ ചില ആൾക്കാർ ഇപ്പം പാടുമ്പം നോട്ട്സ് ഒന്നും കറക്റ്റ് വന്നിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത്രയും ആഗ്രഹം കൊണ്ട് നമ്മൾ അത്രയും ശ്രമിച്ച് വേണമെങ്കിൽ മേ ബി ആക്കാം, റെഡി ആക്കാം. എന്നാലും എപ്പോഴും അത് പറ്റണമെന്നില്ല. അത് ഓരോരുത്തരുടെ പാടാനുള്ള കഴിവിനെ അനുസരിച്ചായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചില ആൾക്കാർ ഇപ്പൊ പാടുന്നുണ്ട്, ട്യൂണൊക്കെ ഉണ്ടാവും, പക്ഷെ ശ്രുതി വേറെ ആയി പോയിട്ടുണ്ടെങ്കിൽ പാട്ടില് പോയി. അപ്പം അതിന് ഒക്കെ പറ്റണല്ലോ. അതായത് നമുക്ക് ട്യൂണ് കറക്റ്റ് ആവണം, ശ്രുതി കറക്റ്റ് ആവണം, താളം, ലിറിക്സ് ഒക്കെ ഉണ്ടല്ലോ. എങ്കിൽ ശരിക്കും ഈ പാട്ട് എന്നുള്ളത് ഈ ഒരു മേഖല ശരിക്കും ഇതിനെ കൃത്യമായിട്ട് അറിയുന്നവരും അല്ലെങ്കിൽ പഠിച്ചവരും അവർക്ക് മാത്രമേ ഉണ്ടാവൂ എന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ പഠിച്ചവർക്ക് മാത്രമേ നിലനിൽപ്പുണ്ടാവൂ എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം പഠിക്കാത്തവരും ഇപ്പം ഈ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ തന്നെ നോക്കിയാൽ കാണാം, ഒരു പാട്ട് പഠിച്ചിട്ടുണ്ടാവാത്ത ആൾക്കാരുണ്ടാവും, പക്ഷെ അവര് പാടുന്നത് കേട്ട് നമ്മളങ്ങനെ ഭയങ്കര ഫാൻ ആവുന്നവര് ഉണ്ട്. അപ്പം പാട്ട് നല്ലൊരു പോപ്പുലർ സിംഗർ അല്ലെങ്കിൽ നല്ലൊരു സിംഗർ ആവാൻ പാട്ട് പഠിക്കണം എന്ന് മസ്റ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷെ നമുക്ക് നമ്മുടെ നോളജ് നിലനിർത്തി കൊണ്ടുപോകാൻ പഠിക്കുന്നത് നല്ലതാണ്. റഹ്മാൻ സാറിനെ കണ്ടു, ഫേസ് ടു ഫേസ് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ ഞാൻ ഒരുപാട് പാട്ടുകളുണ്ട്, ഞാൻ ഭയങ്കര ഫാനാണ്, എനിക്ക് സാറിൻ്റെ പാട്ട് പാടുന്ന അത്ര അല്ലെ ഒക്കെ പറയുമ്പോൾ റഹ്മാൻ സാർ പറയാണ്, ഓക്കെ ശ്രേയ എങ്കിൽ എൻ്റെ രണ്ടുപേര് പാട്ട് പാടിക്കേ എന്നിതാ പറയാണ്, എങ്കിൽ ഏത് പാടും? റഹ്മാൻ സാറ് തന്നെ പാടണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ മനസ്സിൽ മലർകളെ പ്ലേസ് ഉണ്ട്, മലർകളെ പാടും. ഉണ്ട്, ഞാനിതാ ഇപ്പൊ റഹ്മാൻ സാറിനെ ഡെഡിക്കേറ്റ് ചെയ്യാണ് മലർകളെ. மேகம் திறந்து கொண்டு மண்ணில் இறங்கி
മാറമ്പ് വരും കൂന്തലിൽ ഒളിந்து കൊള്ള വരവാ. താങ്ക് യു. ഒരു രക്ഷയില്ല. അല്ല ഇങ്ങനെ പാടിക്കൊടുത്താൽ റഹ്മാൻ സാർ നീ തന്നെ അടുത്ത പടത്തില് അയ്യോ, 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 അയ്യോ. സിംഗറിന് എടുത്ത വഴിക്ക് അങ്ങ് പറയും. അങ്ങനെ ഒരു മൊമെന്റ് സംസാരിക്കാനുള്ള മൊമെന്റ് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഹൈദരാബാദിലെ ചൈഫ അവാർഡ്സ് ഉം. എനിക്ക് അവാർഡ് മിനുങ്ങും മിന്നാമിനിങ്ങ പാട്ടിന് അവാർഡ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവാർഡ് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് സർ നേരെ വന്നിട്ട് വന്ന് ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ. അപ്പൊ അവാർഡ് വാങ്ങുമ്പോൾ ഞാൻ എന്റെ കണ്ണു മൊത്തം അവിടെയാണ്. ആണ്. അയ്യോ, ഞാൻ ആരോ മുന്നിന്നാ വാങ്ങുന്നത്. ഇവിടെയും ഒരു അവാർഡ് അവിടെയും ഒരു അവാർഡ് കിട്ടിയ മൊമെന്റ് അല്ലെ പോലെ. അതെ അതെ അതെ. അപ്പൊ പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ അവാർഡ് കിട്ടിയ ഉടനെ തന്നെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുമ്പോ അമ്മ അച്ഛൻ പറഞ്ഞു ഫോട്ടോ എടുത്തോന്ന് ഫോൺ വന്ന് ഓക്കെ. അങ്ങനെ പോയി. ആ. അപ്പൊ അവാർഡും കയ്യിൽ വെച്ചോണ്ടാണ് ഞാൻ പോകുന്നേ. ഫോട്ടോ എടുക്കാനും അതൊരു പ്ലസ്സാ പരിചയപ്പെടാനും. അല്ലേ? അതെ അതെ അതെ. ആ ഫോട്ടോ ഇപ്പോഴും ഉണ്ട്, അതിലെന്റെ അവാർഡും കയ്യിലുണ്ട്. കയ്യിലുണ്ട് എന്നുള്ളത് റഹ്മാൻ സാറിന് വാങ്ങിയ പോലെ അയ്യപ്പോ ഫോട്ടോ അല്ലേ? ശരിക്കും ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞാലും ഉത്തരം ഇത് തന്നെയാണോ? അത് കുറെ കാലമായിട്ട് അങ്ങനെ തന്നെയാണ്. ആണ്. അത് പക്ഷെ എ ആർ റഹ്മാൻ സാർ മാത്രം എന്നല്ല. ഉം. ഏഹ് ഈ ഒരു എ ആർ റഹ്മാൻ സാറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹിന്ദിയിലും മലയാളത്തിലും ഉം. തമിഴിലും ഉം. ഒക്കെ ഇപ്പം ഒരു പ്ലേലിസ്റ്റ് ഇപ്പം കാറിലൊക്കെ കയറി ഒരു തമിഴ് പ്ലേലിസ്റ്റ് വെച്ചാൽ ഓക്കെ. കൂടുതലും എ ആർ റഹ്മാൻ. അത് വരും. മേ ബി ആ. ഞാൻ എന്റെ പ്ലേലിസ്റ്റ് അങ്ങനെ ഉം. കൂടുതൽ ഞാൻ ആ ആർട്ടിസ്റ്റിനെ കേൾക്കുന്നോണ്ടാവാം. ഓക്കെ. അതുകൊണ്ട് എല്ലാ ലാംഗ്വേജസിലുള്ളതുകൊണ്ട് ഉം. അവിടേക്ക് കുറച്ച് ചായവും എനിക്ക് ചായവുണ്ട്. പിന്നെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സോഷ്യൽ മീഡിയ അൽഗോരിതം എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്ത് അവസ്ഥയിലിരിക്കുന്നോ അതേ അവസ്ഥയിലുള്ള പാട്ടുകളായിരിക്കും അതെ വരിക അതെ അല്ലെ? അതെ 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 വരിക എന്നുള്ളതുണ്ട്. കൃത്യമായിട്ട് അത് സംഭവിക്കും ചെയ്യുക എന്നുള്ളതാണ്. അതെ അതെ അതെ. പലപ്പോഴും ഇഷ്ടപ്പെട്ട സംവിധായകര്, സിംഗർ, ഇതൊരു കുറച്ചും കൂടി അധികം പേര് എവിടെ പറയുന്നു അവരെ പിന്തുടരുക എന്നുള്ളൊരു ശൈലി എല്ലാ കാര്യങ്ങളിലും ഉണ്ട്, എല്ലായ്പ്പോഴും ഉണ്ട്. പക്ഷെ എവിടെയാണ് ശ്രേയയുടെ ഒരു കാഴ്ചപ്പാടിൽ ഇത്ര കഴിവുണ്ടായിട്ടും അത്ര വേണ്ട വിധം അറിയപ്പെടാത്ത ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഇദ്ദേഹം എന്ന് തോന്നിയിട്ടുള്ളത് ശരിക്കും ആരെയാ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ അണ്ടർ റേറ്റഡ് ആയിട്ട് കിടക്കുന്നത് ഇപ്പോഴും എന്താണ് അണ്ടർ റേറ്റഡ് ആയിട്ട് കിടക്കും. അണ്ടർ റേറ്റഡ് ആയിട്ട് കിടക്കുന്നത്? ഉം, എനിക്കിപ്പം ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു കിട്ടുന്നില്ല. പക്ഷെ എന്നാലും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്, ഓക്കെ ഇത് നല്ല മ്യൂസിക് ഡയറക്ടർ ആണല്ലോ എന്ന് തോന്നാറുണ്ട് എനിക്ക്. ഓക്കെ. ആ. പക്ഷെ എനിക്കിപ്പോ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ അങ്ങനെ കിട്ടുന്നില്ല. മലയാളത്തിൽ എത്രത്തോളം പാടിയതിൽ കംഫർട്ട് ആക്കി അല്ലെങ്കിൽ അതുവരെ കണ്ട കാഴ്ചപ്പാടുകളിലൊക്കെ മാറ്റമായിരുന്നു ഒപ്പം വർക്ക് ചെയ്യാൻ എന്ന് തോന്നിച്ച ഒരു സംവിധായകൻ ആരായിരുന്നു? സംഗീത സംവിധായകൻ ആരായിരുന്നു? ഉം, അങ്ങനെ ചിന്തിപ്പിച്ചത് ഏഹ്, ഇപ്പം ബിജി ബാൽ അങ്കിളുടെ ഒക്കെ പാട്ടുകൾ പാടിയിട്ടുണ്ട് ഞാൻ. അപ്പം ഓക്കെ. ആ. ബിജി ബാൽ അങ്കിളുടെ നമ്മളുടെ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് നമ്മൾ പോകുന്നു. ഉം. അങ്കിള് പാട്ട് ആദ്യം തന്നെ അങ്കിൾ തന്നെ പാടിയിട്ട് അയച്ചു തരും. അപ്പം അത് കേട്ട് പോകുന്നു, ഓക്കെ അവിടുന്ന് പാടുന്നു. ഒരു എന്തായാലും ഒരു മാക്സിമം എൻ്റെ റെക്കോർഡിങ്സിന് 1.5 2 hours എന്തായാലും എടുക്കും എന്നൊക്കെയുള്ള എക്സ്പെക്ടേഷനിലൊക്കെ ആയിരിക്കും പോവാ. പക്ഷെ അങ്കിളുടെ പാട്ട് അങ്കിള് വരും, മോള് കയറും. ആ പഠിച്ചത് ഞാൻ അങ്ങനെ തന്നെ പാടും. 1 2 വരികൾ മാത്രം അങ്കിള് മാറ്റി പാടും. ഓക്കെ കഴിഞ്ഞു. അപ്പൊ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? അത് അങ്ങനെ വരാൻ അത് വഴിയില്ലല്ലോ അതെ അല്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് എനിക്ക് തോന്നാറ് ബിജി ബാൽ അങ്കിളുടെ ഒരു ഇതുണ്ട്. പക്ഷെ നേരെ മറിച്ച് എം ജെ അങ്കിളുടേത് ഞാൻ അങ്ങനെ കേട്ടിന്. എം ജെ അങ്കിള് ചീത്തയൊക്കെ പറയും ഓക്കെ. റെക്കോർഡിങ്ങിന് പോകുമ്പോൾ. അങ്ങനെ എനിക്ക് ചീത്തയൊക്കെ കേട്ടു. അപ്പൊ ഞാൻ ആ ഒരു അതെനിക്ക് പേടിയുണ്ട്. ഓക്കെ. അതായത് എം ജെ അങ്കിളിന് ചീത്ത പറയോ എന്നൊക്കെ പേടിയുണ്ട്. പക്ഷെ അതേമാതിരി തന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. അതെ രണ്ട് അത് സംഭവിച്ചിട്ടുണ്ട്. രണ്ട് സംഭവിച്ചിട്ടുണ്ട്. ചിലത് എക്സ്പെക്ട് ചെയ്യാത്തതും ആ. വിചാരിച്ചതും ഒക്കെ നടന്നിട്ടുണ്ട്. ഉണ്ട്. എപ്പോഴും ഈ വർക്കിന്റെ കാര്യത്തിൽ വരുമ്പോൾ എത്രയൊക്കെ ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞ ഒരാളാണെങ്കിലും വർക്കിന്റെ കാര്യത്തിൽ വരുമ്പോൾ കുറേയും കൂടി അല്ല അതിൽ ഫോക്കസ്ഡ് ആയിരിക്കും. ഒരു പക്ഷെ അവിടെ ദേഷ്യപ്പെടാം അല്ലെ? ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെ പെട്ടാൽ വരെ നമുക്കതൊരു വിഷയമല്ല. ഈ പ്രതീക്ഷകളൊക്കെ മാറി ശരിക്കും ഒരു കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഫണ്ണായിട്ട് കൊണ്ടുപോകാൻ പറ്റൂലേ എന്നും കൂടി തോന്നിപ്പിച്ച് അങ്ങനെ ശരിക്കും ആരാ വർക്ക് ചെയ്തിട്ട് കുറെ കൂടെ ഫണ്ണായി? അങ്ങനെയാണെങ്കിൽ ഗോപിയങ്കളെ പറയും ഞാൻ. ഗോപിയങ്കളുടെ റെക്കോർഡിങ്ങിന്റെ സമയത്ത് തന്നെ കഥ പറഞ്ഞ് തമാശ പറഞ്ഞ് കുറെ ചിരിച്ച് അങ്ങനെയൊക്കെ തന്നെയാണ് ഗോപിയങ്ങൾ റെക്കോർഡിങ്സ് ഉണ്ടാവാറുള്ളത്. വരുന്നത്. ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഇഷ്ടത്തോടെ കേൾക്കുമ്പോൾ നമുക്ക് വരുന്ന കമന്റ്സ് കൂടി ഉണ്ട് അല്ലെ? പ്രേക്ഷകർ സൈഡിൽ നിന്ന്. അങ്ങനെ കുറച്ച് കമന്റ്സ് ഞാൻ വായിക്കാൻ പോവാണ്. അപ്പൊ അങ്ങനെ കമന്റ് വായിക്കുമ്പോഴുള്ള ശ്രേയക്കുട്ടിയുടെ റിയാക്ഷൻ, ഞാൻ ശ്രേയക്കുട്ടിയില്ല ശ്രേയ, റിയാക്ഷൻ എന്താന്നുള്ളതാണ്. ഓക്കെ. യെസ്. ശ്രേയമോൾ ഇനി ആങ്കറിംഗിൽ ശ്രദ്ധിച്ച് നന്നായിരിക്കും, അതിലൊരു ഭാവി കാണുന്നുണ്ട്. പ്ലസ് യു. ഞാൻ ആങ്കറിംഗ് ശരിക്കും ടോപ്പ് സിംഗറിൽ മീനാക്ഷി ബോർഡ് എക്സാമിന് വേണ്ടി പോയ സമയത്ത് ഒരു 1 month
ഞാൻ ആങ്കറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ. അപ്പം ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായത് ചെറിയ പണിയല്ല, ഓക്കെ. വലിയ പ്രശ്നമാണത്. ആ. കാരണം ഒന്നാമത് എനിക്കിങ്ങനെ വലിയ ഗൗൺ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഹൈ ഹീലൊക്കെ ഇട്ട് ഓക്കെ. ആ. ഇങ്ങനെ നിന്ന് ആ. പറയാ എന്നുള്ളത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാര്യമാണ്. ഓക്കെ. പിന്നെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്തായിരിക്കും എന്റെ റിയാക്ഷൻ അത് കേൾക്കുമ്പോ? എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ പോകും. ഇല്ല, എങ്കിലും ഞാൻ പോവില്ല എന്നുള്ളതാണ്. അതെ, കാരണം എനിക്ക് അവള് ആ ഇല്ലാത്ത ഇരുന്ന ഒരു സമയത്ത് മാത്രം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഓക്കെ പറഞ്ഞത്. Yes. അതല്ലാതെ ഇല്ല. സോ നെക്സ്റ്റ്, ഇത്രയും പെട്ടെന്ന് ഇത്രയും വലുതായോ? അത്ര പെട്ടെന്നൊന്നല്ല വലിയ വലുതാവുന്നത്. സമയം എടുത്തിട്ടുണ്ട്. അതെ, സമയം എടുക്കുന്നുണ്ട്. യെസ്. സോ പണ്ട് അച്ചോടോ പറഞ്ഞവരൊക്കെ ഇപ്പൊ അമ്പടാ പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോഴത്തെ ശ്രീകുട്ടിയെ കണ്ടപ്പോ എന്നുള്ളതാണ്. അച്ചോടാ എന്ന് പറഞ്ഞോടൊക്കെ അത് അമ്പട. മേ ബി ക്യൂട്ട്നെസ് ഉണ്ടാവാം. ക്യൂട്ട്നെസ് പോയോ? അങ്ങനെ ക്യൂട്ട്നെസ് ഒക്കെ പോയെന്ന് വെച്ചാൽ ഉം, അത് എനിക്ക് അറിയില്ല. ഉം, ക്യൂട്ട്നെസ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഇങ്ങനെ സർട്ടൻ ഏജിൽ ഒന്നും ഇല്ലല്ലോ. ഓക്കെ. അപ്പൊ എനിക്ക് ക്യൂട്ട് എന്നെ ഇപ്പോഴും കുറെ ആൾക്കാർ ഇങ്ങനെ പാട്ടിന് തന്നെ ക്യൂട്ടാണ് ആ. പറയാറുണ്ട്. അപ്പം മേ ബി Okay. ക്യൂട്ട് ആവാം, Yes. ചിലപ്പോ ക്യൂട്ട് ആയിരിക്കില്ല, അറിയില്ല. അടുത്ത്, മണിമുകിലോളം മകൾ വളർന്നാലും അച്ഛൻ്റെ ഉള്ളിൽ നിന്നും അവളൊരു താമരത്തുമ്പിയല്ലേ, ചെല്ലക്കുറുമ്പ് കാട്ടി ചിണുങ്ങുന്ന ചിണുങ്ങുന്ന ചുന്തിരി ചുന്ദരി വാവയല്ലേ. ആ വരി ആക്ച്വലി ശ്രേയെ കണക്ട് ചെയ്തിട്ട് കൂടിയിട്ടാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. കേൾക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? അത് കേൾക്കുമ്പം ഞാനത് സ്റ്റുഡിയോയിൽ പാടിയതൊക്കെ എനിക്ക് മനസ്സിലേക്ക് വരുന്നത്. ആ വരി ആ. ഞാൻ സ്റ്റുഡിയോയിൽ ഇങ്ങനെ പാടുന്നതും ആ. അപ്പൊ എനിക്ക് പാടുമ്പോൾ ഇങ്ങനെ അച്ഛന്റെ കൂടെ ഉള്ളത് ഒക്കെ ഓർത്ത്, അച്ഛന്റെ കൂടെ ഉള്ള മൂമെന്റ്സ് ഒക്കെ ഓർത്ത് കൊഞ്ചി പാട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സ്റ്റുഡിയോ ആണ് എനിക്ക് ഫുൾ ആ വരികൾ കേൾക്കുമ്പോൾ ഓക്കെ. ഓർമ്മ വരുന്നത്. പിള്ളേർക്ക് വലുതായി ഇപ്പോഴും ലാലി പാടിയ ആ കൊച്ചിനെയാണ് ഓർമ്മ വരുന്നത് എന്നുള്ളത് അത് ഞാൻ കുറെ പ്രാവശ്യം വായിച്ചിട്ടുള്ള കമന്റ് ആണ് അല്ലേ? അതെ, വലുതാവണല്ലോ എന്ത് അതെ. വന്നാലും നമ്മൾ. ഓക്കെ. അങ്ങനെ വലുതായി പോയി. ഉം. ലാലി പിന്നെ ഉം. അത് എല്ലാ കാലം എപ്പം എവിടുന്ന് ഒരാളെ കണ്ടാലും ഞാൻ പാടിയ പാട്ടുകളെക്കാളും ഒരുപക്ഷെ കൂടുതൽ എന്നെ മോളെ ലാലി പറഞ്ഞ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. കുട്ടിക്ക് ശ്രേയ എന്ന് പേരിട്ടാൽ കുട്ടി പാട്ടുകാരിയാവും എന്നാണ്. ശ്രേയ ഘോഷാൽ, ശ്രേയ ജയദേവ്. അമ്മേ ദൈവമേ, ഇതിപ്പോ ഉണ്ടാക്കിയതാണോ റിയാലിറ്റി അല്ലേ ശരിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഐ മീൻ അങ്ങനെ കമന്റ് കേട്ടിട്ടില്ല ഇതുവരെ. ഉള്ള കമന്റ് കുറെ ലൈക്ക് കിട്ടിയ കമന്റാ. അങ്ങനെ ആ 2 അത്രയും ലൈക്സ് കിട്ടിയിട്ടുള്ള കമന്റ് അങ്ങനെ കൂടിയാണ്. ശ്രേയാന്ന് പേരുണ്ടെങ്കിൽ പാട്ട് പാടണം നിർബന്ധമൊന്നുമില്ല. ഇല്ല ഉണ്ട്. യാ. അപ്പോൾ നേരത്തെ ഈ കമന്റുകൾ വായിച്ചതിൽ പറഞ്ഞ പോലെ തന്നെ ആ ശ്രേയ എന്നുള്ള പേര് കൊണ്ടല്ല പാട്ടുകാരിയായത് അല്ലെ, ഇഷ്ടപ്പെട്ട ആ പാട്ടിനുള്ള ഇഷ്ടം കൊണ്ടും കുറേയേറെ പാട്ടുകൾ കൂടി തന്നുകൊണ്ട് കൂടിയാണ് ആ സ്വീകാര്യത കിട്ടിയതും. ആൻഡ് ഇന്ന് മലയാളത്തിന്റെ അല്ലെ ഏറ്റവും പ്രിയപ്പെട്ടൊരു പാട്ടുകാരിയായിട്ട് ശ്രേയ എന്നുള്ളൊരു പേര് കൂടെ ഇവിടെ ബ്രാൻഡായിട്ട് മാറിയതെന്നും കൂടി അല്ലെ ആശംസിക്കുന്നു. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം കുറേയേറെ സംസാരിച്ചാലും. ആൻഡ് അധികം ഇന്റർവ്യൂവിൽ ഇരിക്കാത്ത ഒരു വ്യക്തിത്വം കൂടിയാണ് അല്ലെ. പാട്ടുകൾ കിട്ടുന്ന പോലെ വളരെ ചുരുക്കമായിട്ട് ആ ശ്രേയ എപ്പോഴും ഇന്റർവ്യൂക്ക് പിടികൊടുക്കാറുള്ളൂ ആണോ? കുറവാണ്. ആണ്. യെസ്. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം ഇത്ര നേരം ഉണ്ടായില്ലേ. അപ്പൊ എന്തായാലും ഒരു പാട്ടിലൂടെ തന്നെ അല്ലെ നമുക്ക് വൈൻഡപ്പ് പറഞ്ഞ് അങ്ങ് പോവാം. ആൻഡ് ഉദിത് നാരായണന്റെ ഒരു സോങ് ആയാലും. ഉദിത് നാരായണന്റെ സോങ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ലിറിക്സ് നോക്കണം. ഓക്കെ. अजनबी तू भी कभी आवाज दे कहीं से, है अजनबी तू भी कभी आवाज दे कहीं से. സൂപ്പർ. താങ്ക് യു. അപ്പൊ എന്തായാലും ഇന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ എത്രത്തെ എന്നെ സംഗീത സംവിധായകരുണ്ടോ അവരുടെ ഒക്കെ എല്ലാ പാട്ടുകളും പാടാൻ പറ്റട്ടെ. എല്ലാ പാട്ടുകളും എല്ലാവരുടെയും പാട്ടുകൾ പാടാൻ പറ്റട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.